ദൈവം നമ്മളെ യെരമ്യായിൽ എഴുതിയിരിക്കുന്ന പോലെ 31-33 എഴുതിയിരിക്കുന്ന പോലെ ദൈവം ഉടമ്പടി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പെട്ടെന്നറിയാൻ പറ്റും. നമ്മൾ ഉടമ്പടി ഇവിടെ എടുത്തതേ ഉള്ളൂ, അതോ ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടി എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ? ചെറിയ 31 പോലെ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ എങ്ങനെ പറ്റും? അതായത് നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം തോന്നാം, ആനന്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉള്ളിലെ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുമ്പോൾ സംതൃപ്തി തോന്നും. കർത്താവിന് വേണ്ടി ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞില്ലേ, അവർ വയനാടുകാരത്തിയാണ്. അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എല്ലാ സ്ഥലങ്ങളിലും അത്ര വലിയ വരുമാനമുള്ള കക്ഷിയൊന്നുമല്ല, ഉള്ള ഭർത്താവിനോടൊരു പറഞ്ഞവർ, ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോയി പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ഓർക്കണം, നമുക്ക് പലർക്കും നമ്മുടെ അയൽവാസികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ലേ, വാദപ്പനിയും പിടിച്ചകത്തിരിക്കുകയാണ്. എങ്ങനെ കൊടുക്കും, ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും, ആ മേടിക്കുക, അവരെന്ത് പറയും, ഇങ്ങനെ കുറേ അലവലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, കൃപാസനത്തിന് ശാപത്തിന് വേണ്ടി കുറേ എണ്ണം എടുത്തിട്ടുണ്ട് ഉടമ്പടി. ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടേ, ഇങ്ങനെ വിറത്തുള്ളി ആരെടുക്കും വല്ലതും പറയാമല്ലോ, നമ്മളോട് കൊടുത്താൽ അവർ മേടിക്കുക. ഇങ്ങനെ സാക്ഷ്യപ്പെടുകയൊക്കെ ഈ ആൾക്കാർ വന്നിട്ട് അവസാനം അതായത് അവർക്ക് സന്തോഷമില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. പരീക്ഷണത്തിന് വേണ്ടി ചൂണ്ടയോടെ തിളങ്ങിയിരിക്കുകയാണ് പിശാച്. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നോക്കുമ്പോൾ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ അണ്ണാക്കിൽ ഉത്സരായിരിക്കണം. ദാറ്റ് ഈസ് റോങ്. എൻ്റെ ദൈവവേദന നിന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹം നിറയാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല നിനക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് നീ ഒരു മുഴക്കോട് എടുത്തുകൊണ്ട് ദൈവത്തെ അളക്കാൻ വന്നാലേ, കർത്താവ് എന്താ പറഞ്ഞത്, നിങ്ങൾ അളക്കുന്ന അളവ് പോലും ഉണ്ടതിന് നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന. എന്തിനാണ് ദൈവത്തെ കൊണ്ട് അളപ്പിക്കണത്? നിങ്ങൾ താങ്ങുമോ? അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, മര്യാദയ്ക്ക് ദൈവസ്നേഹം നിറക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും കടുത്ത ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. എസെക്കിയേൽ പറയുന്നത് പോലെ പുതു ചൈതന്യം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്താൽ നിറഞ്ഞ പരിശുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ഉടമ്പടി വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പുതു ചൈതന്യം, പുതിയ ചൈതന്യം, പുതിയ സന്തോഷം, പുതിയ സംതൃപ്തി. പല അർത്ഥങ്ങളുണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ 14 ജില്ലകളിലും പോയി ലൈൻ ബസ്സിനാണേ. ആലപ്പുഴ വന്നിട്ട് കൊല്ലത്തേക്ക് പോകും. കൊല്ലത്ത് അവിടെ പത്രം കൊടുത്തിട്ട് പ്രവർത്തനം ചെയ്ത് കൃപാസന അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. ഇങ്ങനെ അവർ 14 ജില്ലകളിലും പത്രം കൊണ്ട് പോകും. എന്നിട്ട് ആർമാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് ഇവിടെ വന്നിട്ട് അത് ആ അനുഭവം പറയണത്. അല്ല, എൻ്റെ കയ്യിൽ നിന്ന് 1500 പത്രത്തിന് കാശ് പോയില്ല എന്ന് പറഞ്ഞ് മോന്തം കയറ്റി ചത്തവരുടെ വീട്ടിൽ മരിച്ചവരിക്കണവർ ഇരിക്കുകയില്ല. അതാണ് വിഷയം. ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നതോറും ആനന്ദം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് ബൈബിൾ പറയണത് ഉടമ്പടി പ്രകാരമുള്ള പുതു ചൈതന്യം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ എടുത്ത 2 വചനങ്ങളുടെ ഒരു ചൈതന്യമുണ്ട്. നമ്മളെടുത്ത വചനം ഏതാണ്? ആദ്യത്തെ ഏതാണ്? എസെക്കിയേൽ 36 അല്ലേ? എസെക്കിയേൽ 36:27. എസെക്കിയേൽ 36:27 എന്താ പറയണത്? എൻ്റെ ആത്മാവ്. അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞ ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി പകരം
പകരം മാംസളഹൃദയം നൽകും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ എന്റെ കൽപ്പന കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധയുള്ളവരായിരിക്കും. ഉടമ്പടിയുടെ കൂടെ ഈ പുതു ചൈതന്യം വരുന്നുണ്ട്. ഒരു ഉടമ്പടി എടുത്ത് സത്യസന്ധ വ്യക്തിയാണ് ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ പുതു ചൈതന്യം, സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ആതുര സേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പുതു ചൈതന്യം വരും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഉടമ്പടി 14-15 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. 14-15 എന്താ പറയണമെന്ന് നോക്കിയേ. യോഹന്നാൻ 14-15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഉടമ്പടിയാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതിൻ്റെ കൂടെ ചൈതന്യം പറയുന്നുണ്ട്, വായിച്ചോളൂ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിന് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ലോക അരൂപിക ഉള്ളവർക്ക്, എന്നുവെച്ചാൽ അവരുടെ വിഷയങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ വീട് വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ആരെ ഉദ്ദേശിക്കണം? ദൈവത്തെ ഉദ്ദേശിക്കണം. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നെപ്പോലെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും. കർത്താവിൻ്റെ വചനങ്ങളിൽ അനുസരിച്ചുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തോടെ ഞാൻ സമൂഹത്തിൽ സുവിശേഷത്തിൻ്റെ കാരുണ്യ പ്രവർത്തന സാക്ഷിയായി മാറും എന്നെടുത്ത സത്യസന്ധമായ ഉടമ്പടി ചെയ്തവർക്ക് എന്ത് പറ്റും? ഞാൻ അവർക്ക് എൻ്റെ ആത്മാവിനെ നൽകും. എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവരെ വസിക്കാൻ വേണ്ടി മറ്റൊരാത്മാവിനെ നൽകുകയും ചെയ്യും. ഈ ആത്മാവിന് നൽകപ്പെടുന്നവരാണ് ആരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത്. ചിലപ്പോൾ അത് മാതാവായിട്ട് അവർക്ക് ഫീൽ ചെയ്യും, ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ നിരാശയാണോ? നിരാശയാണെങ്കിൽ നിങ്ങൾ പോയി വല്ല ഹോൾസെയിൽ കട, എന്തെങ്കിലും ഇപ്പോൾ തട്ടുകടയൊക്കെ തുടങ്ങുകയാണ് നല്ലത്. എന്താ സംഭവം? നിങ്ങൾക്ക് മരമറിയാതെ കൊടിയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മരമറിയാതെ കൊടിയിടുമെന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വിഷയബന്ധിയായിപ്പോയി, വ്യക്തിബന്ധിയല്ല. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല, നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ട് ദൈവത്തെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം. അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് എന്താ പറയണത്, ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞില്ലേ സാക്ഷ്യം പറഞ്ഞിട്ട് പോണത്. എനിക്ക് ഇനിയും പറയാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞ് പോണത്. എന്ത് സന്തോഷത്തോടെ അവരിറങ്ങിപ്പോണത്. അടുത്ത സാക്ഷ്യം കൊണ്ട് വരാൻ വേണ്ടി, അടുത്ത ദൈവാനുഭവം. സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവാനുഭവമാണ്. സാക്ഷ്യം എന്ന് പറയണത് ദൈവാനുഭവമാണ്. അടുത്ത ദൈവാനുഭവം കൊണ്ട് വരുമെന്ന് അവർക്ക് ഉറപ്പാണ്. എന്താ? ദൈവത്തെ അവർ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇനിയും ദൈവം അടുത്ത അടയാളം എനിക്ക് തരുമായിരിക്കും. തന്നാൽ കൊള്ളാം. ആർക്ക്? ദൈവത്തിന്. പോരെ? ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇനിയും ചിലപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ആർക്ക് കൊള്ളാം? ദൈവത്തിന് കൊള്ളാമെന്ന് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ വാദപ്പനിക്കാരൊക്കെ ഇപ്പോൾ ഒന്ന് ചടപടന്ന് എഴുന്നേക്കണം. എന്തിനെക്കുറിച്ച്? ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളിൽ എന്തോ ഒരു ദൈവികമായ കണം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നിങ്ങളുടെ ഈ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ജന്മപുണ്യം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് വെച്ചാൽ ദൈവം നിങ്ങളവിടെ കൊണ്ടുവന്നിരിക്കണത്. അത് മനസ്സിലാക്കിയിട്ട് അതിൽ വളരാൻ നോക്കണം. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നടന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയല്ലേ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ അളക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി എടുത്ത് വീണ്ടും നിങ്ങൾ ഡീപ്രമോട്ടായി പോകും. നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ ചുരുക്കും. നമ്മുടെ വിഷയത്തിന് ചുരുക്കാനുള്ള ആളല്ലല്ലോ നമ്മളെയോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുക,
ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക, അതിനാവശ്യമായ ദൈവസ്നേഹം ആർജിക്കുക. ദൈവസ്നേഹം ആർജിക്കണതും ശരിക്കും ദൈവസ്നേഹം ആർജിക്കണതും ഇപ്പം ദൈവസ്നേഹം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു പാരമ്പര്യമോ പരിശീലനമോ ഇല്ലാത്ത ആളെന്ന് വിചാരിച്ചോ? പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറയുന്നു. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാറ് ഉന്തി സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥ വന്നു. പുതിയ കാറാണേ, അധികം കാലമൊന്നും ആയില്ല, ആരും ഡ്രൈവ് ചെയ്യാറില്ല, ഞാനാണ് എവിടെയെങ്കിലും പോണത്. പക്ഷേ കാറ് നിന്ന് പോയി. ഡ്രൈവർ പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ടൊക്കെ എടുത്തിട്ടാണെന്ന് പുള്ളിക്കാരൻ പറയേണ്ടത്. പക്ഷേ കാറിൻ്റെ അകത്ത് താക്കോട്ട് തിരിച്ചിട്ട് അവസാനം ഒരുത്തം വന്ന് ബൈനറ്റ് പൊക്കി അതിൻ്റെ അലൈൻമെൻറ്റ് വരെ പോയി. അപ്പോൾ ഞാൻ പിന്നെ അകത്തിരുന്നൊരു വിശാപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി, വേറെ ഒരു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവരോട് ബാറ്ററി കേടാണ്, ബാറ്ററി ഡൗണാണ്. അപ്പോൾ വേറൊരു ബാറ്ററി കൊണ്ടുവന്ന് ഈ ബാറ്ററിയുടെ കൂടെ ഇട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി പോയി. എന്നിട്ട് ആ കൊണ്ടുവന്ന ബാറ്ററി മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിയപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജായി. ഈ കാരുണ്യ പ്രവൃത്തികളിൽ വരുന്ന പ്രോസസ്സിങ് ഇതാണ്. നിങ്ങൾക്കിപ്പോൾ സീറോ കൃപയാണെന്ന് വിചാരിച്ചു, സീറോ പവറാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇന്ന് വരെ ഈ ജന്മ അർത്ഥത്തേക്ക് ഉപ്പതേക്കാത്ത ഒരു കക്ഷിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് കാരുണ്യം അറിയാൻ പാടില്ല, പ്രവൃത്തി അറിയാൻ പാടില്ല, ദൈവത്തിന് അറിയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഉടമ്പടി എടുത്തുപോയി. അപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കേടാണ്, ഡൗണാണ്, സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ കാരുണ്യ പ്രവൃത്തി കണ്ണും പൂട്ടി ചെയ്യുക, ദൈവസ്നേഹത്തിന് വേണ്ടി കാഴ്ചവെക്കുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ആ പവർ കൊണ്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടത് നമ്മുടെ ബാറ്ററി തന്നെ റീചാർജ് ആയി കഴിയും. അത് ഞങ്ങൾ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ തന്നെ സ്വയമായിട്ടത് ആർജിച്ചെടുത്തോളൂ. പ്രതി മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ വേറെ ഒരു ബാറ്ററി കൊണ്ട് ഒരു സ്റ്റാർട്ടർ കൊടുത്താൽ മതി. ബാക്കി നമ്മുടെ ബാറ്ററി തന്നെ വർക്ക് ചെയ്തിട്ട് ഇവിടം വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും വിഷയമെന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തി തന്നെ ഇതിൻ്റെ വിഷയം. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ എന്തുമാകാം, മനുഷ്യന് നന്മ ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും. അതായത് ജാതിയും മതവും മനുഷ്യനെയും ശത്രുവും മിത്രവും ഒന്നും നോക്കാതെ മനുഷ്യന് നന്മയുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും. മനുഷ്യന് നന്മയെന്ന് പറയാൻ പറ്റത്തില്ല ഈ കാലങ്ങളിലൊക്കെ. എന്താ വെച്ചാൽ ഇപ്പം മൃഗങ്ങൾക്ക് നന്മയുണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. ഇപ്പം ചിലരെ കണ്ടിട്ടില്ല, അപ്പം ചില വീഡിയോ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? ചിലപ്പോൾ ഒരു ആട് അല്ലെങ്കിൽ ഒരു പന്നിയൊക്കെ ചിലപ്പോൾ ചെളി പൂണ്ട് മരിക്കാൻ പോവുകയാണെങ്കിൽ സായപ്പൻ നാട്ടിലാണെങ്കിൽ അവരതിനെ പൊക്കിയെടുക്കും എങ്ങനെയെങ്കിലും വണ്ടി നിർത്തിയിട്ട്. നമ്മളാണെങ്കിൽ അവിടെ ചാകട്ടെന്ന് പറയും. ഈ വ്യത്യാസമുണ്ട് ശരിക്കും. നമുക്കത് ഈ ആൾക്കാരെ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കണതിൽ കുറച്ച് കുറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ. കുറച്ച് അങ്ങനെ അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കത്തില്ല. പക്ഷേ ഇവിടെ ഇക്കോസിസ്റ്റത്തിൽ ഈ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ എല്ലാത്തിനോടും കടപ്പാടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണി ഒരു കുരുവിയെ ആരാണ്ട് കുഞ്ഞുങ്ങൾ കുരുവിയുടെ കാലെ കെട്ടിയിട്ട് തൂല് കെട്ടിയിട്ട് പറപ്പിച്ച് ആ കുരുവി പോയി ഒരു മരത്തെ ചെടിയെ കുരുങ്ങിയിട്ട് അവസാനം അതിന്മേ തൂങ്ങിക്കിടന്ന്. അപ്പോൾ ഫ്രാൻസിസ് സേവർ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ കുരുവിയുടെ കുരുക്കഴിച്ചിട്ട് പറത്തി വിട്ട്. സുവിശേഷ പ്രവർത്തനമാണത്. അപ്പം മനുഷ്യന് തന്നെയല്ല നന്മ. ഈ ഭൂമി കുടുംബത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെട്ട് വന്നാൽ നിങ്ങൾ പക്ക ഉടമ്പടിയിലായി. ഇപ്പം നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ല, എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ബന്ധുക്കളെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഗുണം വരാൻ സാധ്യതയുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ മനുഷ്യനായി, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉടമ്പടി ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യാറില്ല, ദൈവ പൈതലുമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉടമ്പടിയുടെ കപ്പാസിറ്റിയിൽ നമ്മൾ ദൈവ പൈതലാകണം. അപ്പം നമ്മുടെ ബന്ധുക്കളുടെ അപ്പുറത്ത്, സ്വന്തപ്പെട്ട അപ്പുറത്ത്, നമുക്ക് സഹായം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ അപ്പുറത്ത് ഒരു പ്രയോജനമില്ലാത്തവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ അവർക്ക് വേണ്ടി സമയമോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സഹായമോ ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവ പൈതലായിട്ട് മാറി. ഞങ്ങളെ സെമിനാരിൽ നിന്ന് തെറ്റ് പഠിപ്പിച്ച് ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡീക്കന്മാരുടെയൊക്കെ ഭയങ്കര അവസാനത്തെ കൊലക്കാരാണ് ഡീക്കന്മാർ.
ഡീക്കന്മാരുടെ ഭയങ്കര വിരുന്നും ഭയങ്കര അവസാനത്തെ ഫെയർവെൽ സ്പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അച്ഛൻ വന്ന് അവസാനം നമ്മളെ യാത്രയാക്കും. സെമേരി 7 കൊല്ലത്തെ പഠനവും കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുമ്പോൾ അവർ നമുക്കൊരു സന്ദേശം തരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ നല്ല ചൈതന്യമുള്ള അച്ഛനായിരിക്കും വന്ന് പറയണത്. ഞാൻ എന്നെ ഡീക്കനാക്കി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്, നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ഒരു മനുഷ്യനാവുക, ആദ്യം ബേസിക്കായിട്ടൊരു മനുഷ്യനാവുക, അതിനുശേഷം നിങ്ങളൊരു പുരോഹിതനാകാൻ പറഞ്ഞു. ഞാൻ പിന്നീട് എൻ്റെ ജീവിതം വെച്ച് നോക്കിയപ്പോൾ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് പോയി. കാര്യം ഒരു പുരോഹിതൻ എത്രയോ വലുതാണ് മനുഷ്യനേക്കാൾ. ആദ്യം ഒരു പുരോഹിതനാകാൻ പഠിഞ്ഞ മനുഷ്യന്മാരെ ഇവിടെ ആവശ്യമുണ്ട്, കൂടുതലുണ്ട്. ആദ്യം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ചൈതന്യം അതുപോലെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അർപ്പിതനാണ്. ആദ്യം ഒരു പുരോഹിതനാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യരാകും. മനുഷ്യരായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നല്ല പുരോഹിതനായ ഓട്ടോമാറ്റിക് മനുഷ്യനാകാം. ഒരു മനുഷ്യനായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് നിർബന്ധമില്ല. കാര്യം പുരോഹിതൻ്റെ അകത്ത് ഈ സ്വയംദാനമെന്ന് സംഭവമുണ്ട്, മനുഷ്യനിൽ സ്വയംദാനമില്ല. അപ്പോൾ ഈ 7 കൊല്ലം പഠിപ്പിച്ചിട്ട് അവസാനം വിഡ്ഢിത്തരവും പറഞ്ഞാണ് ഞങ്ങളെ പുറത്ത് കൈവെപ്പിച്ച് വിട്ടിരിക്കണം. ഇങ്ങോട്ട് നമ്മൾ കർത്താവിൻ്റെ പഠനങ്ങളോട് തെറ്റാണത് ശരിക്കും പറഞ്ഞ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പുരോഹിതനായി കഴിയുമ്പോൾ നമുക്ക് വേറെ മുമ്പും പുറകും പെങ്ങളും ആങ്ങളെയും ആരും ഒക്കെ ഒന്നുമില്ല. ആരാണുള്ളത്? ജനം. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയാണുള്ളത്. പിന്നെ ഉള്ളവരാരാണ്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ള ജനങ്ങൾ. ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും നമുക്ക് പാപക്ഷമ നൽകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തെങ്കിൽ ആ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധ്യതയുള്ള ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി അർപ്പിതനായിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എന്താ വിഷയം വരുന്നത്? ഒരു മനുഷ്യനേക്കാൾ നിലവാരത്തിലുള്ള കാര്യം. ക്രിസ്തു ഒരേ സമയം മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ അവൻ ദൈവമായിരുന്നു. ഇവൻ്റെ ഒരു പകർപ്പായിട്ടാണ് പിന്നീട് പൗരോഹിതം വരണത്. അപ്പം ഞാൻ പറയണത് ഞാൻ കേമനാണെന്ന് പറയുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ നമ്മളെ പ്രയോറിറ്റി ഓഫ് സെറ്റിങ്സിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ സഭയിൽ എഴുന്നള്ളിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയണത് ഒരു ദൈവ പൈതലുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത്, ഒരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താ കാര്യം? ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾക്ക് മെച്ചമില്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളെ വീണ്ടും കണ്ടുമുട്ടില്ലെന്ന് വരും. നിങ്ങൾ നാളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൈസഹായം ചെയ്യണത്. നമ്മളവരെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കും. അവർക്ക് വസ്ത്രം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. ഇത് മനുഷ്യത്വം അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ദൈവപ്രകൃതിയുള്ളൊരു മനുഷ്യത്വം വേണ്ടി വരും. ഉടമ്പടി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശിലാഹൃദയം എടുത്ത് മാറ്റും, പകരം എന്ത് ചെയ്യും? മാംസളമായ ഹൃദയം നൽകും. എന്തിനു വേണ്ടിയാണ്? ഒരു പുതു ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും. പുതു ചൈതന്യത്തിന് നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പുതു ചൈതന്യം നമ്മൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യം സംജാതമാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹകരണമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ.